നമുക്കടെ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ പെട്ടി ഉണ്ടല്ലോ നമ്മളത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പെട്ടിയുടെ അപ്പൊ ഇതുപോലെ ഒരു കൂടാരം പോലെ ഇങ്ങനെ വെക്കണ രീതിയിൽ മുറിച്ചെടുക്കുക. മോൾ ഭാഗത്ത് നമുക്കൊരു ആർച്ച് പോലെ മുറിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കോൺ വീടിന്റെ ഒരു ആകൃതിയിലാക്കി എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ്. ഫ്രണ്ടിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ ഇതിന്റെ പുറകിലും നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മള് ബാക്കിൽ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ബാക്കിൽ ഇതുപോലെ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ജനല് പോലെ അപ്പൊ നമ്മള് രണ്ട് സൈഡിലും ഒരു രണ്ട് ജനൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടില് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മള് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാൻ പോവാണ്. തുമ്പെത്തണില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നേക്കണേ. അപ്പൊ ഇത് ഇതിലേക്ക് ചേർത്ത് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാൻ പോവാണ്. നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ക്രിസ്മസ് കാർഡിന് നമ്മുടെ ക്രിബിന്റെ ഉള്ളിലുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കുറച്ചേച്ചൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ കീറി നിൽക്കുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കാൻ കേട്ടോ. ഉൾവശം നമ്മളിന്ന് പൊട്ടിപ്പൊളിഞ്ഞ പോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളതേ പുറത്തുനിന്ന് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് പീസ് നമ്മൾ മോൾ വശം പീൽ ചെയ്തേമേ ഇതുപോലെ കിട്ടും. ആ ഒരു വശം നമുക്കൊരു ഇലേന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പെയിന്റ് അടിക്കുവാണെങ്കിൽ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പീസാണ് നമ്മൾ മേൽക്കൂരായിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ താഴെയുള്ള പോർഷൻ ആദ്യം ഇതുപോലെ ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ലെയറായിട്ട്. എന്നാൽ മാത്രമാണ് ഒരു മേൽക്കൂര പോലെ കിട്ടുള്ളൂ. അപ്പം മുകളിൽ നിന്ന് ഒട്ടിച്ചു തുടങ്ങരുത്. താഴേന്ന് ഇതുപോലെ വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മേൽക്കൂര സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മേൽക്കൂരയൊക്കെ നമ്മൾ ഇതുപോലെ സെറ്റാക്കി ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആ ഒരു എഡ്ജ് ഇതുപോലെ നിൽക്കണ ആ ഒരു വശത്തും കൂടി നമ്മൾ ഇതുപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ മോൾ ഭാഗം വരുന്നത്. ഇനി നമുക്ക് അകത്തേക്കുള്ള പണി തുടങ്ങാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് വെക്കാനുള്ള നമ്മുടെ ഉണ്ണീശു, പിന്നെ നമ്മുടെ മാതാവ്, പിന്നെ നമ്മുടെ മാലാക, പിന്നെ ആട്, ഒട്ടകം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ആട്ടിടയന്മാർ ഇവരെയൊക്കെ നമ്മൾ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് പേപ്പറിൽ ഇതുപോലെ പ്രിൻ്റ് എടുത്തേക്കണേ. അപ്പോൾ 3 എണ്ണത്തിനും കൂടി 30 രൂപ ആയിട്ട് ആവുള്ളൂ. അപ്പോൾ ഇത് പ്രിൻ്റ് എടുക്കലാണ് നമുക്ക് ആകെ ചിലവുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാർഡ്ബോർഡ് നമുക്ക് സീനില്ല, ചിലവുള്ള കാര്യമില്ല. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റിക്കിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വീടിനകത്തുള്ള എന്തെങ്കിലും കോൽ ഒടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് കറക്റ്റ് ഇതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഇതുപോലൊരു എന്തെങ്കിലും ഒരു കാർഡ്ബോർഡിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രിബ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചെറിയൊരു ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് കോർണർ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ നമുക്ക് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ക്രിബിൻ്റെ അകത്തായിട്ട് നമ്മൾ കുറച്ച് പേപ്പർ ഇങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെന്തോ പേരയ്ക്കോ എന്തോ മേടിച്ചപ്പോൾ കിട്ടിയേക്കണ പേപ്പേഴ്സാണ്. അത് നമ്മൾ താഴേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ബോക്സിനകത്ത് അതിങ്ങനെ ഫില്ലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിൽ ഇച്ചിരി ഉണ്ടായുള്ളൂ. പുല്ലൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പുല്ലോ വൈക്കോലൊക്കെ വെക്കുവാണെങ്കിൽ ഭംഗിയായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ പുല്ലും വൈക്കോലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പേപ്പറാണ് ഇതുപോലെ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പണിയിലിട്ട് പോവാം. നമ്മളത് കുറച്ച് പഞ്ഞി എടുത്തിട്ട്, പഞ്ഞി ഇപ്പോൾ എവിടെ നിന്നാണ് ഒപ്പിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പഴയ ഇത് കിടപ്പുണ്ടായി ഗൈസ്, ചീത്തയായിട്ട് കിടക്കണ ഒരു തലോണ പില്ലോ കിടപ്പുണ്ടായി നമ്മുടെ ബെഡിനകത്തൊക്കെ ഇടുന്നത്. സോ അത് ഞാൻ കുത്തിപ്പൊളിച്ചു ഗൈസ്. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് പഞ്ഞി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴയ ഇതുപോലത്തെ വല്ല കുഷനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്തുള്ള പഞ്ഞി പറിച്ചെടുക്കുക. അപ്പോൾ ഈ പഞ്ഞിയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഗൈസ്. അയ്യോ, ഉണ്ണിയേശു നേരത്തെ കയറിയത് കിടപ്പായി. ഉണ്ണിയേശിനോട് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ പഞ്ഞിയൊക്കെ സൈഡിലൊക്കെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, അകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തേണ്ടത് ഇതുപോലത്തെ ഒരു കപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റിക്കുകൾ എടുക്കുക. ഈ സ്റ്റിക്കുകളാക്കി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ക്രിബിനകത്തേക്ക് വെക്കാനുള്ള ആളുകളെയൊക്കെ, അതായത് നമ്മുടെ ആട്ടിടയന്മാരെയും ആടിനെയും ഒട്ടകത്തിനെയൊക്കെ ഇതുപോലെ വെട്ടി മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറകിലേക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ മേളിലല്ല സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ പാത്രം വെക്കുമ്പോൾ ഇവരോട് അനങ്ങാണ്ടിരുന്നോളും. അപ്പം നമ്മളിതേ എല്ലാ ഉണ്ണിയേശുവിനെയും നമ്മുടെ മാതാവിനെയും യേശുവിനെയും
ആട്ടിടയന്മാരെ ഒട്ടകത്തിനെയൊക്കെ നമ്മളത് ഇതുപോലെ ഓരോ സാധനത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് പറക്കി വെക്കാൻ പോകണം. പറക്കി വെക്കണേക്ക് മുമ്പ് നമ്മുടെ ഉണ്ണിയേശു എന്ത് ചെയ്യും ആദ്യം തന്നെ നമുക്ക് ഉണ്ണിയേശുവിനെ വെക്കാം. ഇതിനകത്തേക്ക് ഉണ്ണിയേശുവിനെ നമുക്ക് ഇങ്ങനെ വെക്കാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സോപ്പ് പൊട്ടിയൊക്കെ എടുത്തിട്ട് അതിനകത്തൊരു വെള്ള പേപ്പർ പൊതിഞ്ഞിട്ട് അതിനകത്ത് വേണമെങ്കിൽ കുറച്ച് നമ്മുടെ ഈ പഞ്ഞിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ വെക്കാം. അപ്പം നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിനകത്തേക്ക് കുത്തി വെക്കാനാണ് പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പം കുത്തി വെച്ച് കണ്ടോ. അപ്പോൾ ഉണ്ണിയേശു അവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മാതാവിന് ഈശോനെയൊക്കെ എടുത്ത് വെക്കാം. എല്ലാ പരിവാരങ്ങളും എടുത്ത് വെക്കാം കേട്ടോ. മാതാവ് റൈറ്റിലാണോ ലെഫ്റ്റിലാണോ ഇരിക്കണമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു ഊഹത്തിന് ഞാൻ വെക്കുവാണ് ഗൈസ്. മാതാശ്രീ പിതാശ്രീനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ കൂട്ടിൽ നമ്മുടെ യേശു ഉണ്ണിയേശു കിടപ്പുണ്ട്. ഉണ്ണിയേശുവിൻ്റെ അച്ഛനമ്മേനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിരിക്കുന്ന ഓരോ സാധനങ്ങളും എടുത്തിട്ട് പെറക്കി വെക്കാം. അട്ടുമ്പ അതെ, നമ്മുടെ മാലാകന്മാരെ ഞാൻ 3 തൂക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഉണ്ണീശു അങ്ങനെ പിറന്നങ്ങനെ കിടക്കുവാണ്. എല്ലാവരും ഉണ്ട് കൂട്ടത്തിൽ. അങ്ങനെ നമ്മുടെ ക്രിബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. യെസ് ഗൈസ്, സക്സസ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിബ്? ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. ലൈറ്റ് ഓഫ് ചെയ്തിട്ടിടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ക്രിബിൻ്റെ മുകളിൽ ലൈറ്റൊന്നും ഇടാത്തതുകൊണ്ട് അത്ര രസം കാണാൻ ചാൻസ് ഇല്ല. ലൈറ്റൊക്കെ മുകളിലിട്ടാലേ ഭംഗി ഉണ്ടാവുള്ളൂ. പുള്ളിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമ്മളപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് നിർത്തി കേട്ടോ. അപ്പോൾ എൻ്റെ സൈഡിലൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വാൾപുട്ടി വെച്ചിട്ടൊക്കെ നല്ല അടിപൊളി ഐറ്റം ഉണ്ടാക്കി എടുക്കാമായിരുന്നു. ക്രിബ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഉണ്ണിയേശു മാതാവൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ക്രിബ് എങ്ങനെയുണ്ട്? ഉൾവശം കണ്ടോ? നമ്മുടെ ക്രിബിൻ്റെ ഇങ്ങനെ കീറിപ്പറിച്ചൊക്കെ നമ്മൾ വെച്ചേക്കണ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. 2 ജനല്. അങ്ങനെ നമ്മുടെ ക്രിബ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ക്രിബ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കില്ല എൻ്റെ കൂട്ടുകാരെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.